അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ദളിത് സംഘടനകൾ ഇന്ന് കേരളം ഒട്ടാകെ നടത്തിയ ഹർത്താൽ. നിങ്ങൾക്ക് ഇങ്ങനെയാണോ നീതി മേടിച്ചു കൊടുക്കേണ്ടത് ഒരു വ്യക്തിക്ക്? ഇത് നിങ്ങളുടെ ഷോ ഓഫ് ആയിരുന്നു, നിങ്ങളുടെ ശക്തി പ്രകടനമായിരുന്നു. കാരണം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ, പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ എല്ലാവരെയും തടഞ്ഞു വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ അതിക്രമം. എന്നാലും കോടതി കേസ് കൂട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ഏറ്റെടുത്തോ? എന്താണ് അങ്ങനെയാണ് രോഗത്തിന് എങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് എങ്ങനെ വരാനായിട്ടോ മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാണോ കേട്ടോ? എന്ത് കാണിക്കണേ? ഞാൻ ക്യാൻസർ പേഷ്യന്റാ. നടക്കണം അല്ല നടക്കണമെന്നല്ല പറഞ്ഞ രോഗി രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം വന്നത് ചോദിച്ചിട്ടാണോ? രോഗം വന്നത് ചോദിച്ചിട്ടാണോ? നോട്ടീസ് അടിച്ചോടെ രോഗം തന്നെ. എന്റെ എനിക്ക് പോകാൻ പറ്റണ്ട, എന്റെ ശാരീരിക പ്രശ്നം എനിക്ക്. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ ഹർത്താൽ? 6 മണിക്കല്ലേ ഞാൻ വരില്ല. പിന്നെ രോഗിയായ ഈ ചേട്ടനോട് മുഖത്ത് നോക്കി നീ 10 ദിവസം മുന്നേ ആഹ്വാനം ചെയ്ത ഹർത്താൽ അറിഞ്ഞില്ലേടാന്ന് ചോദിച്ചാൽ ഏത് ദളിത് നേതാവോ ദളിത് സംഘടനയുടെ നേതാവോ ആരാണെന്നുണ്ടെങ്കിൽ അടിച്ചു പിന്നെ കരണം പൊളിക്കണം. പിന്നെ മുന്നിലാ കിട്ടിയെന്നുണ്ടെങ്കിൽ ചള്ളയാണ് ചോദിച്ചത്. ഇങ്ങനെയാണ് നീതി ഓടിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീതി കിട്ടും. രോഗിയായ ഒരാളുടെ ഹോസ്പിറ്റലിൽ പോക്ക് മുടക്കുക, അയാളുടെ രോഗത്തിനെ പുച്ഛിച്ച് തള്ളുക അല്ലേ? 10 ദിവസം മുമ്പ് എന്താണ് അങ്ങനെയാണ് രോഗത്തിന് എങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് എങ്ങനെ വരാനായിട്ടോ മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാമോ നിങ്ങൾക്ക്? ഒരുത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ മറ്റൊരുത്തിന്റെ നീതി നിഷേധിച്ചിട്ടല്ലടോ ഒരുത്തിന് നീതി വാങ്ങിക്കൊടുക്കല്. എന്താ നിങ്ങൾ 10 ദിവസം മുമ്പ് സമരം പ്രഖ്യാപിച്ച് എന്താ പിന്നെ ആർക്കും രോഗം വരാൻ പാടില്ലേ? ആർക്കും ആശുപത്രിക്ക് പോകാൻ പാടില്ലേ? അവരെ കാര്യങ്ങൾ നടത്താൻ പാടില്ലേ? നിങ്ങൾ സമരം ചെയ്യണമെങ്കിൽ അത് സമരത്തിന്റെ വഴിക്ക് പോട്ടെ, ബാക്കിയുള്ള ജനങ്ങൾ അവരുടെ ജീവിതമായിട്ട് പോട്ടെ. നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും നടക്കാൻ പാടില്ലേ? ഇത് വല്ല ഏമാന്മാരാണെങ്കിൽ ഇപ്പൊ ഈ പൊന്തി മുട്ടൊന്നും പൊന്തില്ലല്ലോ ആ നേരത്ത്. അതൊരു ക്യാൻസർ രോഗിയല്ലേ? പിന്നെന്താ നിങ്ങൾ പറഞ്ഞു വാശി പിടിച്ച കാരണം പോകണ്ടെന്ന്? വാശി പിടിക്കടാ, അത് ഓരോരുത്തരും ആവശ്യം വരുമ്പോൾ അവർ വാശി പിടിക്കും. അത് സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർക്കൊക്കെ വന്നു നോക്കണം. അപ്പോൾ ഏതൊരു സാധാരണക്കാരും വാശി പിടിച്ചു പോവും. അവൻ്റെ കാര്യം നേടണമെങ്കിൽ ചിലപ്പോൾ വാശിയൊക്കെ പിടിക്കും. അത് ശരി, നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ അരക്കി ചുറ്റുള്ള ആൾക്കാർ ഇറങ്ങിയേക്കണി. സമരം ചെയ്യണവരും പ്രതിഷേധത്തിന് ഇറങ്ങണവരൊക്കെ മനസാക്ഷി കുടുംബത്തിൽ വെച്ചിട്ടല്ല വരേണ്ടത്. ഇതുപോലെ നീതി മേടിച്ചു കൊടുക്കാനുള്ള ആൾക്കാർ മറ്റുള്ള സാധാരണക്കാരൻ്റെ നെഞ്ചത്തേക്ക് കയറിയിട്ടും അവൻ്റെ നീതി നിഷേധിച്ചിട്ടും അല്ല വേറൊരാൾക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടത്. അതിനൊക്കെ വേറെ വഴികളുണ്ട്. അവരുടെ സ്വൈര ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ടും അവരുടെ നിത്യജീവിതങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടല്ല നീതി മേടിച്ചു കൊടുക്കുക. ഇത് എവിടുന്ന് വരുന്ന കുറച്ച് ആൾക്കാർ? അത് ശരി, എന്തെങ്കിലും ഒരു കൊടിയാണ്ട് പിടിച്ചിട്ടാണ്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി അത് നടപടി ആവണമല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഏത് ആൾക്കാർ ചെയ്താലും, ഏത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് ആൾക്കാർ ചെയ്താലും നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ മറ്റുള്ളവരുടെ നീതി അവിടെ നിഷേധിക്കപ്പെടാൻ പാടില്ല. എന്നിട്ട് വേണം നീതി നടപ്പാക്കാൻ. നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ചത്രട്ടെ.